എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് കിടക്കാം. ഇന്നലെ അവസാനിക്കുന്നത് തന്നെ ആകാശ് മേനോനെ കാണാൻ അവരുടെ പാർട്ട്നേഴ്സ് അവിടെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ അവർ പറയുന്നു, നീ ഞങ്ങളോട് ചോദിക്കാതെ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചതെന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം പറയുകയാണ്, ലാസ്റ്റ് നിൻ്റെ ഗതി നിൻ്റെ ഭാര്യയെ വിറ്റ് ജീവിക്കേണ്ട അവസ്ഥ വരുമെന്നൊക്കെ പറയുകയാണ്. നിനക്ക് ഒരാഴ്ച സമയം തരാം, എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കാൻ പറയുന്നു. അങ്ങനെ അവർ ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ രചന പറയുന്നു, ആകാശ് നീ തളരരുത്, എന്തൊക്കെ വന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പറയുകയാണ്. ആകാശിൻ്റെ അടുത്ത് പാർട്ട്നേഴ്സ് വന്ന കാര്യം മഹേഷിനെ വിളിച്ച് ആരോ ഇൻഫർമേഷൻ കൊടുക്കുന്നു. മഹേഷിന് വലിയ സന്തോഷമാകുന്നു. മഹേഷ് ഉടനെ തന്നെ ആകാശിനെ വിളിക്കുന്നു. ആകാശ് മേനോൻ അല്ലേ എന്ന് ചോദിക്കുന്നു. സാർ ഉറങ്ങിയോ, നിനക്ക് എന്താടാ വേണ്ടതെന്ന് ആകാശ് ചോദിക്കുന്നു. നീ അപ്പോൾ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് മഹേഷ് ചോദിക്കുന്നു. ഇനി എത്ര രാത്രികൾ നീ ഇനി ഉറങ്ങാതിരിക്കണം, നിനക്ക് ഉറക്കമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നു. സാറിന്ന് ഹാപ്പിയാണല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, എൻ്റെ വക ഒരു ഹാപ്പി കൂടി തരാനുണ്ടെന്ന് പറയുന്നു. എന്ത് പ്രൊജക്റ്റാണ് ആ 10 ഏക്കറിൽ തുടങ്ങുന്നത്? വ്യഭിചാരശാലയോ? അത് വ്യഭിചാരശാലയായിരിക്കും, അതിൽ നീ വിജയിക്കും, നിനക്ക് തുടങ്ങാൻ പറ്റിയ സാധനം, പറ്റിയ ഇൻട്രസ്റ്റ് തന്നെയാണ് അതെന്ന് പറയുന്നു. ബിസിനസ് പൊളിക്കാൻ നീ ഭാര്യയെ വിറ്റ് ജീവിക്കേണ്ടി വരും. അന്ന് അയാൾ പറഞ്ഞപ്പോൾ നിനക്കൊന്നും തിരിച്ചു പറയാനില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഓരോ വിജയത്തിനും പിന്നിലും ഓരോ സ്ത്രീ ഉണ്ടാവുമെന്ന് നീയല്ലേ അന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. ആ സ്ത്രീ എവിടെ, അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. നീ പറഞ്ഞത് ശരിയാടാ, ഓരോ വിജയത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവും. എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീയുണ്ട്, അത് എൻ്റെ ഭാര്യ, അവളാണ് 70 കോടി നഷ്ടപ്പെടാതെ എന്നെ നിലനിർത്തിയ മൈ വൈഫ് ഡോക്ടർ ഇഷിത മഹേഷ് ചന്ദ്രൻ എന്ന് പറയുന്നു. ആകാശ് തിരിച്ചൊന്നും പറയുന്നില്ല. ഇന്നത്തേക്ക് ഇനി ഇത് മതി, ബാക്കി ഞാൻ കൊറിയർ അയക്കാം, എൻ്റെ ഭാര്യ വന്നിട്ടുണ്ട്, ഇനി അവളുമായിട്ടുള്ള സ്വൈര വ്യവഹാരത്തിനുള്ള സമയമാണ്, അപ്പോൾ ഓക്കെ വെക്കട്ടെ എന്ന് പറഞ്ഞ് മഹേഷ് വെക്കുകയാണ്. അപ്പോൾ ഇഷിത ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. എന്തായിരുന്നു ഈ പറയുന്നത്, എന്ത് വിഹാര, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുന്നു. അത് എഴുത്തച്ഛനോട് പോയി ചോദിക്കുക. അപ്പോൾ അവൾ ചോദിക്കുക, ആരാ എഴുത്തച്ഛൻ, അതറിയില്ലേ എന്ന് ചോദിക്കുന്നു. ആരെയാ മോൻ വിളിച്ചതെന്ന് ചോദിക്കുന്നു. അതൊരു ശത്രുവിനെ ആയിരിക്കുമല്ലോ എന്ന് ഇഷിത പറയുന്നു. ശത്രുവിനോട് സംസാരിക്കുമ്പോൾ അല്ലേ എന്നെപ്പറ്റി നല്ലത് പറയുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പം മഹേഷ് പറയുന്നു, നീ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറയുന്നു. അയ്യോ ഇതെന്താ ഇന്ന് ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നു. നീ ഇത്ര നേരം എവിടെയായിരുന്നു ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നു, ഞാൻ 2 ചെറുപ്പക്കാരുടെ കൂടെയായിരുന്നു ബിയർ പാർലറിലൊക്കെ പോയി എന്നൊക്കെ പറയുന്നു. അതെന്തായാലും ഡോക്ടർ ഇഷിതയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പറയുന്നു, അമ്മയെ കണ്ടില്ലേ, നാളെ ഒരു പൂജയുണ്ട്, ചിപ്പിക്ക് വേണ്ടിയാ, ബാലപൂജയാണെന്നൊക്കെ പറയുകയാണ്. അത് നല്ലതാണെന്ന് ഇഷിത പറയുന്നു. അങ്ങനെ അവൾ ഫ്രഷ് ആകാൻ വേണ്ടി പോകുന്നു. പിന്നീട് ആകാശിനെ കാണിക്കുകയാണ്. ആകാശ് ഇങ്ങനെ വെള്ളമടിച്ച് ഇങ്ങനെ ഭയങ്കര ഫിറ്റായിട്ടിരിക്കുകയാണ്. സ്വയം ഇങ്ങനെ ശപിക്കുകയാണ്, എൻ്റെ പരാജയം ഞാൻ തന്നെയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വയം ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പരാജയം വെള്ളമടിച്ച് തീർക്കണമെന്നൊക്കെ പറയുന്നു. അങ്ങനെ രചന വരുന്നു. രചന മതി എന്ന് പറയുന്നു. അപ്പോൾ അവൻ സമ്മതിക്കുന്നില്ല. അവൻ പറഞ്ഞത് നിനക്കറിയോ, വ്യഭിചാരശാല തുടങ്ങാൻ ഞാൻ തുടങ്ങിയാൽ അതിൽ ഞാൻ വിജയിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ രചന പറഞ്ഞിട്ടൊന്നും ആകാശം മതിയാക്കുന്നില്ല, ഒന്നും കേൾക്കുന്നില്ല. എൻ്റെ പരാജയത്തിൽ കാരണം നീയാണെന്നൊക്കെ രചനയെ കുറ്റപ്പെടുത്തുകയാണ്. നീ 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 എൻ്റെ പരാജയങ്ങളുടെ മഹാറാണി എന്നൊക്കെ പറയുന്നു. ലുക്ക് അറ്റ് മീ എന്നൊക്കെ പറയുന്നു. നീ കാരണമാണ്, നീ പറഞ്ഞിട്ടില്ല ഞാൻ ലേലം വിളിച്ചതെന്നൊക്കെ രചന ചോദിക്കുന്നു. അന്നേരം അവൻ പറയുന്നു, എന്ത് ചെയ്യാൻ, അപലക്ഷണം ആണ് നിൻ്റെ മുഖത്ത്, അതാണ് എഴുതി വെച്ചിരിക്കുന്നത്, 70 കോടി നഷ്ടപ്പെട്ടത് അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു. ഐശ്വര്യമുള്ളത് അതായത് ഡോക്ടർ ഇഷിതയ്ക്കാണെന്ന് പറയുന്നു. അവൾ കൂട്ടിക്കളഞ്ഞ് വിളിക്കരുത് എന്ന് മഹേഷിനോട് പറഞ്ഞു. എൻ്റെ ഭാര്യ അങ്ങനെയാണ് ചെയ്തത്, നീ അതിലും കൂട്ടി വിളിച്ച്, അങ്ങനെ രചനയെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നു. നീ പോയാലേ എനിക്ക് ശാപമോശം ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പിന്നെ പറയുന്നു, ഡാർലിംഗ് നിനക്ക് വിഷമമായോ, പക്ഷേ സത്യം എങ്ങനെ പറയാതിരിക്കുമെന്നൊക്കെ പറയുകയാണ്. ഇഷിതയ്ക്കാണ് ഐശ്വര്യം, നീ ചവറാണ്, നീ വേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നു. അങ്ങനെ രചനയെ മദ്യം കുടിപ്പിക്കാൻ നോക്കുന്നു. അങ്ങനെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയാവുന്നു. അങ്ങനെ രചന അവൾ തള്ളിയിടുന്നു. അങ്ങനെ തള്ളിയിട്ട് അവൻ സോഫയിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. എന്നിട്ട് സ്വയം പറയുകയാണ്, ഐ ആം എലോൺ, നോബഡി വിത്ത് മീ എന്നൊക്കെ പറയുന്നു. പിന്നീട് രാവിലെ കാണിക്കുന്നത് ഇഷിതയുടെ അമ്മ പൂജാവെള്ളം പുതിയ ഫ്ലാറ്റിലൊക്കെ തളിക്കുകയാണ്. അപ്പോൾ മാഷ് അങ്ങോട്ട് വരും, നിനക്ക് ഇഷ്ടപ്പെട്ടോ പ്രിയാമണി എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്തായാലും മഹേഷിൻ്റെ കൂട്ടുകാരനാണ് നമുക്ക് സെറ്റാക്കി തന്നത്, നല്ല ഫ്ലാറ്റാണ്, പൂജാമുറിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നു. അങ്ങനെ അപ്പോഴത്തേനും ഇഷിത വരുന്നു. ഇഷിത പായസം മധുരം കൊണ്ട് വരും. എന്താണ് മധുരമൊക്കെ, പുതിയ ഫ്ലാറ്റല്ലേ അതുകൊണ്ടാണെന്ന് പറയുന്നു. എന്നിട്ട് പൂജയുടെ കാര്യങ്ങളൊക്കെ പറയുന്നു, എല്ലാവരും വരണം എന്നൊക്കെ സംസാരിക്കുകയാണ്.
ആ സമയത്ത് ആ, രചന കല്യാണക്കാരിയൊക്കെ പറയുകയാണ്, വിരുന്നിന് കല്യാണം പറയുന്നു. ഈശ്വരൻ പറയുന്നു നമുക്ക് സെറ്റാക്കാം, നീ ടെൻഷനൊന്നും അടിക്കേണ്ട, നീ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നു. പിന്നീട് വീണ്ടും രചനയാണ് കാണിക്കുന്നത്. ആകാശ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, വളരെ ആദി പിടിച്ച് നടക്കുകയാണ്. പെട്ടെന്ന് ആദ്യം അങ്ങോട്ടേക്ക് കടന്നിരുന്നു. അമ്മ എവിടെയാണെന്ന്, എവിടെ ആയിരുന്നു, ഞാൻ കുറേ നേരമായി നോക്കുകയാണെന്ന് പറയുന്നു. ഞാനിവിടെ ഇരിക്കുന്നതാണ് മോനെ, മോൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആദ്യം ചോദിക്കുന്നു അമ്മ കഴിച്ചോ എന്ന് ചോദിക്കുന്നു. ആ അമ്മ കഴിച്ചു മോനെ. അമ്മ എന്താണ് ഈ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല മോനെ, അത് നിൻ്റെ സ്കൂൾ കാര്യങ്ങളൊക്കെ ആലോചിച്ചതാണ്. നിനക്ക് പുതിയ അഡ്മിഷൻ കിട്ടി, ഇനി നമുക്ക് ഒരുമിച്ച് ഇവിടെ കഴിയാമല്ലോ എന്ന് പറയുന്നു. അതൊന്നും അല്ല എന്ന് പറയുന്നു. ആകാശങ്ങൾ ഇന്നലെ മദ്യപിച്ച് ബഹളം വെച്ചു അല്ലേ, അതല്ലേ അമ്മയ്ക്ക് ഇത്ര ടെൻഷൻ എന്ന് ചോദിക്കുന്നു. പറയുന്നു അല്ല, അമ്മയെ ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുന്നു. ഇല്ല മോനെ എന്ന് പറയുന്നു. ഇല്ല ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.